ആൻഡമാൻ ദ്വീപ് അല്ലെങ്കിൽ അവിടുത്തെ കാലാപാനി ജയിൽ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നത് ശരിക്കും വീർ സവർക്കറുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും നമ്മൾ അതാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ, അതായത് ആൻഡമാനിൽ ഒരു പ്രണയ നഗരമുണ്ടായിരുന്നു, ഷാദിപൂർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം ജയിലിൽ ക്രൂരമായ തടവ് ശിക്ഷയുടെ വാർത്തകൾ മാത്രം കേട്ടിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരമൊരു വാർത്ത കൗതുകം ഉണർത്തുന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ പത്രവാർത്തകൾ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം നൽകിയ വാർത്തയാണത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ ജയില്, സമരം, അക്രമം, കാലാപാനി എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മലയാള സിനിമ, മോഹൻലാലിൻ്റെ സിനിമ വന്നതിന് ശേഷം കാലാപാനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു കിടിലം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ വീര സവർക്കറുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ അന്തമാനിലെ കാലാപാനിക്ക് വലിയ ഇമ്പോർട്ടൻസ് വന്നത്. വീര സവർക്കർ 14 കൊല്ലം കിടന്ന ജയിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ മാപ്പ് കൊടുത്തപ്പോഴാണ് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ സമരം തന്നെ അവസാനിപ്പിച്ചത് അവിടെ വെച്ചാണ്. ഈ സവർക്കറുടെ വേറൊരു പ്രാധാന്യം എന്താണെന്നറിയോ? സവർക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത്. അപ്പൊ 1857 ശിപായി ലഹള, നമ്മളിപ്പോഴും ശിപായി ലഹള എന്നാണല്ലോ പറയുന്നത്. അതിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിനെ അദ്ദേഹം ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ബ്രിട്ടീഷുകാരോട്, മേലാൽ ശിപായി മ്യൂട്ടിനി എന്ന് പറഞ്ഞു പോകരുത്. ഞങ്ങളുടെ നാട് നിങ്ങൾക്കെതിരായി നടത്തിയ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമാണത്. അതിനങ്ങനെ വിളിക്കണം. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിനെ വിളിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത്. ആ പുസ്തകമാണ് സത്യത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ബ്രിട്ടീഷുകാർക്കും ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് കാലാപാനിയിൽ വലിയ തോതിൽ ആളുകൾ വന്ന് അടിഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെയൊക്കെ ലോകത്ത്, അന്ന് ബ്രിട്ടീഷുകാർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. 94 രാജ്യങ്ങളുണ്ടായിരുന്നു അവരൊക്കെ കോളനി രാജ്യങ്ങളാണ്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ അക്രമത്തിനെതിരായിട്ട് ആരെങ്കിലും സമരം ചെയ്താൽ ഉടനെ നാട് കടത്തിയിട്ട് കൊണ്ടുവരുന്നത് അന്തമാനിലാണ്. ഈ അന്തമാനിലാണ് ഇതിന് അവർക്കൊക്കെ വേണ്ടി ലോകത്തിലെല്ലായിടത്തുമുള്ള മനുഷ്യർ, ജാതി, മത, വർണ്ണ ഭേദമില്ലാതെ മനുഷ്യർ, പിന്നെ രാഷ്ട്രീയം, വിശ്വാസം ഒക്കെ പലതാണല്ലോ. പലതരത്തിലുള്ള വിശ്വാസമുള്ളവർ, പല വർണ്ണങ്ങളുള്ളവർ ഒക്കെ തന്നെ ഓരോരോ ദേശത്ത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ പൊരുതിയിട്ടുണ്ടല്ലോ. അവരൊക്കെ ഈ ജയിലിലാണ് ചെല്ലുക. വേറൊരു തമാശ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 1921 പിന്നീട് 857 ആദ്യം ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് 21 കലാപകാലത്ത് ഇവിടുന്ന് കുറേ പേര് അന്തമാനിലേക്ക് കടത്തി. എവിടെയാണ് ചെന്ന് വിട്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പരസ്പരം ഓരോ മനുഷ്യൻ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇവനെ കൊണ്ടുപോയി പാർപ്പിച്ച സ്ഥലം എവിടുത്തുകാരനാന്ന് ചോദിച്ചാൽ ഇവർ സ്ഥലപ്പേര് പറയാൻ തുടങ്ങി. എൻ്റെ നാട് കൊണ്ടോട്ടിയാണ്, എൻ്റെ നാട് എവിടുന്നാന്ന് ചോദിച്ചാൽ, പിന്നെ അവിടെ ഈ അന്തമാനിലെ തുറന്ന ജയിലിലേക്ക് പാർപ്പിച്ചപ്പോഴും അവർ ആ നാടിന് പേരിട്ടു. കൊണ്ടോട്ടി എന്നും പൊന്നാനി എന്നും നിലമ്പൂരെന്നും തൂവൂരെന്നും ഇപ്പോഴും ഉണ്ടത്രേ. ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയ എല്ലാവരും പറയുന്നത് കേരളത്തിലെ നാട്ടുപേരുകൾ. അതുപോലെ ഉണ്ടായി വന്ന 2 പേരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പേരാണ്, പ്രേംനഗറും ഷാദിപൂറും. എനിക്കത് ഭയങ്കര കൗതുകം തോന്നി. എന്താ കാര്യം എന്ന് വെച്ചാൽ, അതിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോയ ഒരു ചരിത്ര പണ്ഡിതൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡോക്ടർ പ്രമോദ് സർക്കാർ എന്നോ അല്ലേ, ഇന്നത്തെ ടൈംസിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് അല്ലേ, ഡോക്ടർ പ്രണോബ് കുമാർ സർക്കാർ. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് ഈ പുസ്തകം, ദ സ്റ്റോറി ഓഫ് അന്തമാൻ ഐലൻഡ്സ് എന്താണ് പേര്. പക്ഷെ കൗതുകം നിറഞ്ഞ വാർത്തകളാണ് അത്. ഇതുവരെ ഒരു പക്ഷേ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത വാർത്ത. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 1857 സ്വാതന്ത്ര്യ സമരം അറിയാലോ. അത് നയിച്ചത് റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി, പിന്നീട് ബഹദൂർ ഷാ സഫർ, അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയിലൊട്ടാകെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒഡീഷയിൽ, യുപിയിൽ, ഝാൻസിയൊക്കെ യുപിയിലാണല്ലോ. അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ മുഴുവനും, ഝാൻസി റാണി പറഞ്ഞതുകൊണ്ട് മുഴുവൻ ആണും പെണ്ണും കുട്ടികളൊക്കെ സമരത്തിനെതിരാണ്, ബ്രിട്ടീഷുകാർക്കെതിരാണ്. അവരെയൊക്കെ കൊണ്ടുപോവാണ് കപ്പൽ കയറ്റിയിട്ട്, അവിടെ കൊണ്ടുപോയി കയറ്റിയതാണ്. അപ്പോൾ ഇന്ത്യക്കാരായ ഒരുപാട് പേര്. അതുപോലെ തന്നെ അന്ന് അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷുകാർക്കെതിരാണ്, അവിടുത്തെ പോരാളികൾ. പാകിസ്ഥാൻ നമ്മുടെ തന്നെ നാടാണ് അന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്, കറാച്ചിയിൽ നിന്ന് ഒരുപാട് പേര്. ഇവരൊക്കെ വന്നു ചേർന്നത് ഇവിടെ ഒരേ ജയിലിലാണ്. അവരിൽ പലരും ചെറുപ്പക്കാരാണ്. കലാപം കൂട്ടുക മിക്കവാറും ചെറുപ്പക്കാരാണല്ലോ, യൂത്താണല്ലോ. അവർക്ക് ജീവിതം വേണം. ബ്രിട്ടീഷുകാരുടെ ഒരു സന്മനസ് കൂടി ആലോചിക്കണം. അവരെ അവിടെ ഇട്ട് നരകിച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം ഇവർ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാതിരുന്നാൽ മതി. എന്നാൽ ചങ്ങലകളാണ്, ആലോചിച്ചു, എല്ലാവരും ചങ്ങലകളിലാണ്. ചങ്ങലയിൽ ബന്ധനസ്ഥരായി അടിമകളെ പോലെ ജീവിക്കുന്ന മനുഷ്യരും സാധ്യമായ വിധം ജീവിച്ചോട്ടെ എന്നവർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി ഉണ്ടായൊരു പ്രോജക്റ്റാണ് ആന്തമാൻ ജയിലിൽ ഒരു സ്വയംവർ പരേഡ്. ആലോചിച്ച് നോക്കൂ, സ്വയംവർ പരേഡ് എന്ന് പറഞ്ഞാൽ സ്വയംവര
പരേഡ്. അത് പഴയ രാജഭരണകാലത്ത് സ്വയംഭരണം നമ്മുടെ രാജകുമാരിമാർ സ്വയം ഭരിക്കുക എന്ന് വെച്ചാൽ രാജകുമാരിമാർക്ക് വരനെ തിരഞ്ഞെടുക്കാൻ, ഈ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ രാജാവ് ലോകമെങ്ങുമുള്ള രാജകുമാരന്മാരുടെ പരേഡ് നടത്തും. അതിൽ രാജകുമാരി ചില ടെസ്റ്റൊക്കെ വെക്കും, ചില പരീക്ഷണങ്ങളൊക്കെ വെക്കും. അതിൽ കഴിവ് തെളിയിക്കുന്നവൻ രാജകുമാരിയെ ഭരിക്കും. അപ്പോൾ രാജകുമാരി ആരാണ് വീരൻ, ആരാണ് ശക്തൻ എന്ന് രാജകുമാരി തീരുമാനിക്കുക, അവരുടെ പ്രകടനം കണ്ടിട്ട്, പെർഫോമൻസ് കണ്ടിട്ട്. അതിനാണല്ലോ നമ്മൾ സ്വയംവരം എന്ന് പറയാം. ഇതേ സംഗതിയുടെ ഒരു മിനിയേച്ചർ അവിടെ നടപ്പാക്കി. എവിടെ? കാലാപാനിയിൽ ഇങ്ങനെ ആണുങ്ങളായ കുറ്റവാളികൾ മുഴുവൻ വരിയായിട്ട് നിൽക്കും. ഇപ്പുറത്ത് അവർക്ക് അഭിമുഖമായിട്ട് സ്ത്രീകളെ നിർത്തും. എന്നിട്ട് സ്ത്രീകളെ കൊണ്ട് പതുക്കെ മാർച്ച് ചെയ്യിക്കും. സ്ത്രീകൾ ഇങ്ങനെ അവരുടെ ഫേസ് മുഴുവനും അവിടെ ആയിരിക്കണം, പുരുഷന്മാരുടെ കണ്ണിലും മുഖത്തും ശരീരത്തിലൊക്കെ ആയിരിക്കണം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സൗന്ദര്യമോ ആരോഗ്യമോ എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷനെ അവർക്ക് അപ്പം ചൂണ്ടിക്കാണിക്കാം. അവർ ആ നിമിഷം മുതൽ കപ്പിളായി വെച്ചാൽ റിലേഷനായി അവരെ അവിടുന്ന് മാറ്റും. രണ്ടുപേർക്കും ചങ്ങലയുണ്ടേ, രണ്ടുപേരും ചങ്ങലയിലാണ്. പക്ഷേ രണ്ടുപേരെയും കൂടി അവിടുന്ന് മാറ്റിയിട്ട് അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രാഥമികമായ ഒരു പ്രണയ നഗരമാണ് ഈ പ്രേം നഗറിലേക്ക് മാറ്റും. അവിടെ ചെറിയ താമസ സ്ഥലം, ചെറിയ കുടിലുകളൊക്കെ വെച്ചു കൊടുക്കും. 6 മാസം അവരുടെ നിരീക്ഷണത്തിലാണ്. യു ആർ അണ്ടർ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തടവുള്ളികളാണ്, പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കും, സഹജീവനം. എന്നിട്ട് ജീവിച്ചിട്ട് അവർ തീരുമാനിക്കും 6 മാസത്തിനുള്ളിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ, ഇവരെ ജീവിപ്പിക്കാൻ പറ്റുമോ, അവർ കലാപം ഉണ്ടാക്കുന്നുണ്ടോ, അവർ തമ്മിൽ മിണ്ടാൻ തുടങ്ങിയോ, വാർത്ത ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. 6 മാസത്തിന് ശേഷം ഭരണകൂടം തീരുമാനിക്കും, ഇവരുടെ സമ്മതത്തോടു കൂടി, സമ്മതമാണെങ്കിൽ ഭരണകൂടം തീരുമാനിക്കും ഇവരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റാം. പ്രേം നഗറിൽ നിന്ന് ഇവരെ മാറ്റുന്നത് എങ്ങോട്ടാണ്? ഷാദിപ്പൂറിലേക്കാണ്. അവിടെ വിവാഹിതരാണ്. ഷാദിപ്പൂർ എന്ന് പറഞ്ഞാൽ വിവാഹിതരുടെ കോളനിയാണ്. അവിടെ മുതൽ അവർ ജീവിച്ചു തുടങ്ങും. അവർ പിന്നെ ജീവിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കും. ഇവരെ തുറന്നു വിടുകയും ഒറ്റ കണ്ടീഷനിലാണ്, ജീവിതകാലം മുഴുവൻ അവർ തിരിച്ചു പോക്കില്ല, അവർ അവിടെ ജീവിച്ചോളൂ. അവർക്ക് 4 ഏക്കർ ഭൂമി കൊടുത്തു, കൃഷി ചെയ്ത് ജീവിച്ചോളുക. അങ്ങനെ ജീവിക്കുന്ന തലമുറ എന്നാണെന്ന് ഓർക്കണം. 1857 നിന്ന് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2025 എത്ര കൊല്ലമായി? 7 തലമുറയായി എന്നാണ് ഈ ഗവേഷണം നടത്തിയ പണ്ഡിതൻ പറയുന്നത്. ദ സ്റ്റോറി ഓഫ് അന്തമാൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ടൈംസിലെ പ്രധാന വാർത്ത. ആ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല, ആ പുസ്തകത്തിന് ആധാരമായ ഇവരെ കാണാൻ, അന്തമാനിലെ പഴയ ഇന്ത്യക്കാരെ കാണാൻ ഇദ്ദേഹം പോയിട്ട് അവരോടൊപ്പമുള്ള ആ തലമുറ 7ാം തലമുറയെ കണ്ടുമുട്ടുകയും അവരോടൊപ്പമുള്ള പടവും വാർത്തയും ഒക്കെയാണ്. അതാണ് കൗതുകം നിറഞ്ഞ വാർത്ത. പക്ഷെ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ക്രൂരമായ വാർത്തകളല്ലേ, ക്രൂരമായ ജയില് പേടിപ്പെടുത്തുന്നത്, ഇതൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു മുഖമുണ്ട്. കാലാപാനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അറിയാത്തതുകൊണ്ടായിരിക്കണം. കാലാപാനി സിനിമ പോലും അത്തരം ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. കാലാപാനിക്ക് അങ്ങനെ ഒരു മുഖം ഉണ്ടല്ലോ, അത് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാത്ത. അതുകൊണ്ട് തന്നെ അറിയപ്പെടാത്ത ജയിലറ കഥകളാണ് ഈ പുറത്തു വരുന്നത്. ഇപ്പോൾ അവർ അവിടെ ഇത് ഒരു പ്രത്യേകതയുള്ളത്, ഇവർക്കൊക്കെ റാം, ലാൽ പേരില്ലല്ലോ, ഒക്കെ പേര് കൊടുത്തിരിക്കുകയാണ്. റാം എന്നും ലാൽ എന്നും ഒക്കെ പേരുണ്ട്, പക്ഷെ അവർക്ക് ജാതിയില്ല. അവർക്ക് ആർക്കും ജാതിയില്ല, മതമില്ല, ദേശമില്ല. ദേശം ഏതാണ്? ഇവരേതാണോ പുറപ്പെട്ടു പോകുന്ന നാട്, അതാണ് അവരുടെ ഓർമ്മ. അപ്പോൾ ഈ ഡോക്ടർ പ്രമോദ് കുമാർ സർക്കാരിൻ്റെ പുസ്തകം, ചരിത്രകാരൻ ഈ അടുത്തയിടെ പോയി ഈ അന്തമാനിലെ 7ാം തലമുറയെ കണ്ടുമുട്ടുകയും അവരുടെയൊക്കെ ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാർത്ത അതാണ്. കുറ്റവാളികളുടെ ഒരു പുതിയ ലോകം അന്തമാൻ തീർത്തു. അവരുടെ ജാതി ഏതാണ്? സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തിയ പോരാളികളായ കുറ്റവാളികളാണ്. സർക്കാരിൻ്റെ കണ്ണിൽ കുറ്റവാളികളാണ്, അവരുടെ കണ്ണിൽ പോരാളികളാണ്. അവർക്ക് ജാതിയും മതവും ഇല്ല. അവർക്ക് ഒറ്റ ജാതിയുള്ളൂ, പോരാളികളാണ്. അവർക്ക് ഒറ്റ മതമേ ഉള്ളൂ, അതേതാണ്? കുറ്റവാളികളാണ്. ഇവർ ചേർന്നിട്ട് ആരൊക്കെ ആയിരിക്കും തമ്മിൽ ചേർന്നിരിക്കുക? ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് അഫ്ഗാനികളുണ്ട്, കറാച്ചികളുണ്ട്, നമ്മുടെ ഒഡീഷക്കാരുണ്ട്, ഝാൻസി റാണിയുടെ അനുയായികളുണ്ട്, താന്തിയ തോപ്പിയുടെ അനുയായികളുണ്ട്, ബഹദൂർ ഷാ സഫറിൻ്റെ ആളുകളുണ്ട്. ഇവരെ എല്ലാവരും കൂടി ചേർന്നൊരു പുതിയ കമ്മ്യൂൺ രൂപപ്പെടുത്തി. അത് കമ്മ്യൂണായി മാത്രമല്ല, കമ്മ്യൂണുകൾക്ക് ഒരു ജനറേഷൻ്റെ കണക്കുണ്ട്, ഒരു നിശ്ചിത കാലത്തേ ഉള്ളൂ. ഇതിപ്പോൾ 7 തലമുറകളായി 1857 തൊട്ട് 2025 വരെ അങ്ങനെ ഒരു തലമുറകളായി നിലനിൽക്കുന്നു. ഒരു കണക്കിന് അവർക്ക് ദേശാഭിമാനത്തിൻ്റെ ചോര അവരുടെ സിരകളിൽ തിളക്കുന്നുണ്ട്. മറുഭാഗത്ത് ഏതോ പൂർവ്വപിതാവ് ചെയ്ത രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഇരകളായിട്ടാണല്ലോ ഞങ്ങൾ അന്തമാനിൽ വന്നത് എന്ന ബോധമുണ്ട്. അപ്പോഴും അവരുടെ നാടിൻ്റെ പേര് ഷാദിപ്പൂർ എന്നാണ്, അവരുടെ പൂർവ്വനാടിൻ്റെ പേര് പ്രേം നഗർ എന്നുമാണ്. അത്യന്തം കാൽപ്പനികമായ ഒരു കഥ
നമ്മുടെ ഏറ്റവും ഭീകരമായ ലോകത്തിലെ ഒരു തടവറയുടെ പിന്നാമ്പുറ കഥയായി കണ്ടെത്തിയ ഡോക്ടർ പ്രേംകുമാർ അല്ലേ, പ്രമോദ് കുമാർ സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഈ വാർത്ത ഒരേ സമയം നടുക്കത്തോടൊപ്പം നമുക്ക് ഒരു പ്രണയത്തിൻ്റെ കുളിരും കൂടി നൽകുന്നുണ്ട്. സന്തോഷം. തീർച്ചയായിട്ടും വാർത്തകൾ, ഈ സദ്വാർത്ത എന്നൊരു പത്രം ഉണ്ടായിരുന്നു പണ്ട് മലയാളത്തിൽ, അത് പൂട്ടിപ്പോയി. ഞാൻ ആ പത്രം കിട്ടിയ ആദ്യത്തെ ദിവസം നോക്കിയത് ചരമക്കുറിപ്പുണ്ടോയെന്നാണ്. അതുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാർത്തകൾക്കിടയിൽ ഈ നല്ലത് തെരഞ്ഞു പിടിച്ച് വാർത്തയാക്കുന്ന ടൈംസിൻ്റെ ഈ ഉദ്യമത്തെയും നമുക്ക് അഭിനന്ദിക്കണം. ഇത്തരം വാർത്തകൾ മലയാളിക്ക് ഈ ക്രൂരതയുടെ വാർത്തകൾ, ചോരയുടെ വാർത്തകൾ, ഭീകരതയുടെ വാർത്തകളൊക്കെ കാണുന്നതിനിടയിൽ പത്രവായനക്കാർക്ക് ഒരു ചെറിയ കുളിരുകൂടി നൽകുന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ നമുക്ക് ഈ ഘട്ടത്തിൽ ഈ വാർത്തയെ മുൻനിർത്തി അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.